ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യാത്ര നേരെ മലപ്പുറത്തോട്ടാണ്. നമ്മളൊരു സൈക്കോ റൈഡീസ് എന്ന് പറയുന്ന ക്ലബ്ബുണ്ട്. അപ്പോൾ ക്ലബിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട്. എൻ്റെ കൂടെ വേറൊരു പയ്യനുണ്ട്. അപ്പം അവനെ ഞാനും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇത് വോയിസ് ഓവർ ചെയ്യാൻ കാരണം വേറൊന്നുമില്ല. വീഡിയോ എടുത്ത സമയത്ത് സൗണ്ട് ഒട്ടുമില്ല. അതാണ് പ്രശ്നമായത്. അപ്പം ഇനി നമ്മളിപ്പം കറക്റ്റ് ഇവിടെ കൊട്ടാരക്കര വഴി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പം ബാക്കിയുള്ള രാവിലെ പോയതിൻ്റെ വിഷ്വലും കാര്യങ്ങളും എടുപ്പുണ്ട്. അത് പോയി അത് കണ്ടിട്ട് റോഡെടുക്കുന്ന കിടക്കുന്നുണ്ട്. ഒറ്റ മനുഷ്യരില്ല, ഒരു ആംബുലൻസ് മാത്രമുണ്ട്. ഒറ്റ ആംബുലൻസാണ്. പിന്നെ ഈ സമയത്താണ് കൈ കൊടുത്തു പോകുന്ന ടൈം. മതിയോ മതി. എത്ര? കറക്റ്റ് 80 ഉണ്ട്. ഫുള്ള് കൂടാ, റോഡ് ഇറങ്ങി കിടക്കുകയാണ്. റോഡ് പറയാൻ പോലും വയ്യ, ഫുള്ള് കൂടാ. മെയില വരണ വരവോക്കെ ഇതിൽ കാണാൻ പറ്റുമെന്തോ. ഫുള്ള് മഞ്ഞാണ്, തോന്നുന്നു മഞ്ഞാണെന്ന് അറിഞ്ഞിരിക്കണം. കാണാൻ പറ്റുമോ എന്തോ അറിയാൻ വയ്യ, ഇരുട്ടല്ലേ. ഓക്കെ, ഞാൻ എൻ്റെ കൂട്ടാൻ്റെ ലോട്ട് പോയാണ്. അപ്പം അവനെ മുണ്ട് പിക്ക് ചെയ്യണം. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയാണ്. റോഡൊന്നും കാണാൻ പോലും പോയി. ഈ ഇരുട്ടത്താണ് ഞാൻ ഇപ്പം പോണത്. ഇപ്പം ഈ വട്ടേ ഉള്ളൂ കൈ കറക്റ്റ്. ഓക്കെ, പിന്നെ വീട്ടിൽ എത്തിയിട്ടാണ് ഞാൻ ട്രാക്ക് മാറി തേടിയാണ് ഗൈസ്. അരി വെട്ടിപ്പോയി ഗൈസ്. അതായത് മാപ്പ് ഇട്ട് നോക്കേണ്ട അവസ്ഥയായി. ഞാൻ അവിടെ രാവിലെ വന്ന കണക്കല്ല വന്നത്, വേറെ എവിടെ ചാടി. ഇപ്പൊ ഒരു KSRTC പോടാണ്. ഞാനും കൂടെ വന്ന് കയറാം. അത് ഈ ട്രാക്കിൽ, ഈ സെയിം ട്രാക്കിൽ തന്നെ വന്ന് ചാടി. പള്ളൊടിക്കാത്ത വായോ. അവരൊക്കെ എന്താണോ കാണിക്കാം, ആ രീതിക്കുള്ള ഓട്ടമാണ് അവർ. ഓക്കെ, അവന് ഓക്കെ ആയി. അവനിപ്പോ ഓക്കെ, പെർഫെക്റ്റ് ആയി, കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം എൻ്റെ അവസ്ഥ. കാലൊക്കെ വേദനയാണേ. നീ 41 ഓക്കെ. എന്തായാലും വീട്ടിൽ എത്തിയിട്ട് തന്നെ മെസ്സേജ് വീട്ടിൽ എത്തിയിട്ട് തന്നെ ബാക്കിയുള്ളത്. അങ്ങനെ ഒരു ചെറിയ സാഹചര്യത്തിൽ തിരിച്ചു വരേണ്ടി വന്നു. ഇവിടെ വന്ന പയ്യ. അപ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന്
തലയിറങ്ങി വീണ് അവിടെ ബി പി ഒക്കെ കൂടി പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോവാം. ഇവന് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവന് എനിക്ക് പാട്. അപ്പം അതുകൊണ്ട് തിരിച്ചിറങ്ങി ഇനി വീട്ടിലോട്ട് പോയി. പിന്നെ കൊട്ടാരക്കര കൊണ്ടാക്കിയിട്ട് ഞാനിപ്പം നേരെ അങ്ങ് പറ്റും. ഓക്കെ ഓക്കെ ആ ചൂടമ്പല്ല, അല്ലാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്തോ എന്ത് വേറെ രീതി ചെയ്യാൻ പറ്റും, അല്ലാതെ ഇളകി വരും. ആ എന്താ ചെയ്യും, അത് മറന്നുപോയി. അത് ചെയ്യാൻ വേണ്ടി ചെയ്യണേ. ഇതും ആ സൈഡുള്ളത് ഇത് കണക്കാവും. അത് ചെയ്യണം. ഹെൽമെറ്റ് ഉണ്ടേ അവിടെ ഫുള്ള് തന്നെ ക്യാമറയാണ്. ഓക്കെ ഓക്കെ അതാണ് വിട്ടടിച്ചിനി വരണം. ഇപ്പം ഇവനിപ്പം സാഹചര്യം മോശമാണ്. അതുമാത്രമല്ല അവൻ്റെ അമ്മയെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനും കൂടെ തിരിച്ചു വന്നത്. ഞാൻ പിന്നെ സോളോ റൈഡ് പോണത് എനിക്ക് അത്ര ശരിയല്ല, കംഫർട്ടുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് പോവുകയും ചെയ്യണം. അതുകൊണ്ട് എനിക്കത് ശരിയല്ല. അപ്പോൾ ഒരാളെ ഇട്ടിട്ട് പോണത് എനിക്ക് ഒരുമാതിരിയാണ്. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നവരുണ്ട്. കുറവാണ്, എന്നാലും കുറവാണ്. ഓക്കെ, ഇനി ഞാൻ നേരെ ഏകദേശം പകുതി എത്തി. ഞാൻ വീടെടുത്തത് ഈ മയില് എവിടെ നോക്കി ചാടിയത്? നോക്കാം, ചാടം നോക്കിയാണ് മയിലന്മാർ. ആട്ടക്കരന്മാർ കിടക്കന്നെ ഒന്നും പൊട്ടിക്കുക നോക്കിയില്ല. വലിയ നേരെയാണോ? ഓക്കെ. മയില് ഓമ്പി ഈ കാരണമല്ലോ പണി. പെട്ടല്ലോ പെട്ടല്ലോ പെട്ടല്ലോ. ഓക്കെ, ഇനി എന്തായാലും അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പറയാം. ഫോണില്ല, ചാർജർ അടിച്ച് പോയി. ചാർജർ കൊടുത്തത് പണിയായി. ചാർജർ കൊടുത്തത് പണിയായി. അപ്പം അതുകൊണ്ട് എനിക്ക് ഫോൺ കേൾക്കില്ല. പിന്നെ ചാർജ് കയറില്ല, ബാറ്ററി ഡൗൺ ആയി കാണും. ഡയറക്റ്റ് എടുത്ത് വിളിച്ചു പറഞ്ഞു. പണിയായി.